ഹലോ ഗൈസ്, അപ്പോൾ നമ്മളൊന്ന് വന്നിട്ടുള്ള ഒരു എ സി കംപ്ലൈൻ്റ് ആയിട്ടാട്ടോ. അപ്പോൾ കസ്റ്റമർ ഇതിന് പറഞ്ഞത് തീരെ തണുപ്പില്ല എന്നാണ്. അപ്പോൾ നമ്മൾ കംപ്ലൈൻറ്റും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ ഔട്ട്ഡോറിൽ ഫാൻ മോട്ടറിൻ്റെ വയറും കാര്യങ്ങളൊക്കെ എലി കയറിയിട്ട് കട്ട് ചെയ്തിട്ടിരിക്കണ്. എലി ഇതിനുള്ളിലേക്ക് അങ്ങനെ കയറിയെന്ന് വെച്ചാൽ നമ്മൾ ഫ്രണ്ടത്തെ ഗ്രില്ലും കാര്യങ്ങളൊക്കെ പൊടിഞ്ഞു പോയിരുന്നു, ദ്രവിച്ച് ആകെ ഇല്ലാതായിരുന്നു. അപ്പോൾ അതിലൂടെയാണ് എലി ഉള്ളിലേക്ക് കയറിയിരിക്കുന്നത്. നമ്മൾ കവറൊന്ന് അയച്ചു നോക്കിയപ്പോൾ ഉണ്ട് ആർട്ടിസ്റ്റ് അതിനുള്ളിൽ തന്നെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ എലിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കേസും കാര്യങ്ങളൊക്കെ ഫുൾ അയക്കണം. എന്നിട്ട് വേണം ഈ ഫാൻ മോട്ടറിൻ്റെ വയറ് ജോയിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. കേസ് അയച്ച് നോക്കിയപ്പോഴാണ് നമ്മൾ എലിയാശാൻ ഉള്ളിൽ താജ്മഹൽ വരെ പണിത് വെച്ചിരിക്കണ്. ഒരാളല്ലായിരുന്നു, രണ്ടാളുണ്ടായിരുന്നു. ഒരാൾ അടിയിലുണ്ടായിരുന്നു, ഒരാൾ മുകളിലായിരുന്നു. അപ്പോൾ രണ്ടാളെയും ഒഴിവാക്കിയിട്ട് വേണം നമ്മൾ കേസും കാര്യങ്ങളൊക്കെ വൃത്തിയാക്കിയതിന് ശേഷം കേസ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതേമാതിരി പുതിയ ഗ്രില്ലും വെച്ചിട്ട് മെഷീൻ ഓണാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് വർക്കിംഗ് കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട് നോക്കാം. ഫാനപ്പോൾ പഴയതുപോലെ വർക്ക് ചെയ്യുന്നുണ്ട്. ഈ എ സി കുറേ കാലത്തിന് വർക്ക് ചെയ്യാതെ ഇരിക്കുകയായിരുന്നു. അതുകൊണ്ടാണ് ഇതിനുള്ളിൽ ഓരോരോ സാധനങ്ങൾ വന്ന് കൂട്ടുന്നത്. അപ്പോൾ കുറേ കാലത്തിന് ഇതേമാതിരി വർക്ക് ചെയ്യാത്ത എ സികളുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുക. ഇതേമാതിരി ഓരോരോ കംപ്ലൈൻറ്റുകൾ വരാൻ ചാൻസ് കൂടുതലാണ്. എ സി ഉപയോഗിക്കാതായിട്ടും ഇൻഡോറിനുള്ളിലും ആകെ പൊടി അടഞ്ഞിരുന്നു. അപ്പോൾ അതും കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്ത് സർവീസ് ചെയ്തിട്ട് ഇപ്പോൾ എ സി വർക്കിംഗ് കണ്ടീഷൻ ആക്കിങ്ങാണ്ട് സെറ്റാക്കി കൊടുത്തിട്ടുണ്ട്. അതുപോലെ കൂടുതൽ വീഡിയോസിനായി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക.